എന്തൊക്കെയൊക്കെ പറയണമെന്ന് ഓർത്താ വന്നത്, പക്ഷേ പെട്ടെന്ന് ബ്ലാങ്ക് ആയ പോലെ ഈ ഒരു എനർജി പ്രതീക്ഷിച്ചിരുന്നില്ല. അടിപൊളി, താങ്ക് യു സോ മച്ച്. ആക്ടിവിറ്റീസ് ഓഫ് ക്ലബിൻ്റെ ഇനോഗ്രേഷനാണ് എൻ്റെ ദൗത്യം എന്നറിയാം. അപ്പോൾ ആ ഇനോഗ്രേഷൻ ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ആൻഡ് എല്ലാവരും ഞാനടക്കം ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് ഇന്ന് നടന്നത്. അത് CMS കോളേജ് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സിനിമകൾ അല്ലെങ്കിൽ ഒരുപാട് ചരിത്രത്തിൽ ഇടമുള്ള ഈ കോളേജിൽ തന്നെ നടന്നതിൽ ഒരുപാട് സന്തോഷം. അധികമൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്തെങ്കിലും പറയാൻ വിട്ടുപോയി ക്ഷമിക്കുക. താങ്ക് യു. കബഡി പഠിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി പഠിച്ചു. ഹലോ സാർ, ഒരു സ്വന്തം കഴിവിൽ വന്ന ഒരാളാണ് മലയാള സിനിമയിൽ സ്വന്തമായിട്ട് ഒരു ഇടം നേടിയെടുത്ത ഒരാളാണ്. സോ ആക്ടിങ് കരിയർ ലക്ഷ്യമാക്കിയിട്ടുള്ള കുറെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് കൊടുക്കാൻ ഒരു സക്സസ്ഫുൾ യങ് ആക്ടർ എന്ന നിലയ്ക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? അതാത് നിമിഷം ചെയ്യാനുള്ളത് വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ ആക്ടിങ്ങിന് വേണ്ടി ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ വീട്ടിൽ നിർത്തുന്നത് കൊണ്ട് എനിക്കൊരു എഞ്ചിനീയറിംഗ് പഠനമാണ് എനിക്ക് ചൂസ് ചെയ്യേണ്ടി വന്നത്. അത് ഞാൻ ഒരുപാട് റെഗുലായിട്ട് നിന്നു, പക്ഷെ നടന്നില്ല. അത് പിന്നെ എനിക്ക് പഠിക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് അത് പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദൈവം എനിക്കൊരു അവസരം സിനിമയിൽ പിന്നീട് തന്നു. അപ്പോൾ അതാത് നിമിഷം ചെയ്യാനുള്ളത് മനസ്സുകൊണ്ട് പൂർണ്ണ മനസ്സോടെ ചെയ്യുക, അത്ര എനിക്ക് പറയാം. മൾട്ടി മീനിങ് സമർപ്പണമാണ്. മൾട്ടി അടി എന്ന് പറയും. കബഡിയിലെ ഒരു മെയിൻ ടേമാണ്. നമുക്കിവിടെ കുറച്ചും കൂടി സുപരിചിതമായി വരുന്ന ഒരു പേരാണ്. ബേസിക്കലി ഇത് തമിഴ്നാട്ടിലും കന്നഡയിലും ഒക്കെ കുറേ കൂടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. മൾട്ടി അടി എന്നൊരു യൂസേജ് ആണ് ഈ സമസോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നിങ്ങൾ ഡീസർട്ടൻസി കണ്ട ആ ഒരു മൂവ്മെന്റിനെയാണ് മൾട്ടി എന്ന് പറയുന്നത്. താങ്ക് യു. ഹായ് സർ, ബൾട്ടിലേക്കുള്ള ജേർണി എങ്ങനെയുണ്ടായിരുന്നു? ആദ്യം ഒരു ഡയറക്ടറിനോട് കഥ പറയുന്നു. പിന്നെ കുറേ നാൾ ശേഷമാണ് സന്തോഷേട്ടൻ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നു. സന്തോഷേട്ടൻ്റെ ലേബറാണ്. അങ്ങനെ സന്തോഷം. അങ്ങനെ പിന്നീട് അതിൻ്റെ ഓരോ പ്രോസസ്സിൽ പടം ഷൂട്ടിംഗ് തുടങ്ങും. അതിനൊരു 25 ഡേയ്സോളം ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായി. പിന്നെ ഫ്ലിപ്പ് ട്രെയിനിങ്, കബഡി ട്രെയിനിങ് ഉണ്ടായി. ബേസിക്കലി ഒരു കുറച്ച് ഫിസിക്കലി കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട് വേണ്ട ഒരു പടമായിരുന്നു. ബേസിക്കലി ഫൈറ്റ്, ചെറിയൊരു ഡാൻസ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്ന ഒരു പടമാണ്. അതായിരുന്നു എൻ്റെ ഒരു ജേർണിയുടെ ഒരു ചെറിയൊരു സമയം. ഹായ് സർ, 25